ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ്, ഇന്നലെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ഫാമിലി, ഒരു ഭാര്യയും ഭർത്താവും ഒരു വയസ്സായ അമ്മേനെ കൊണ്ടുവന്നു. ആ കാര്യമാണ് പറയാൻ വരുന്നത് കേട്ടോ. പിന്നെ നടന്ന സംഭവങ്ങൾ. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഞാൻ അനുഭവിച്ചറിഞ്ഞ, അല്ലെങ്കിൽ ഞാൻ കണ്ട, അല്ലെങ്കിൽ ഞാൻ ഇടപെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ ഈ ചാനലിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നടക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. മറ്റൊന്നുമല്ല, ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. ഫാമിലി അമ്മച്ചിനെയും കൊണ്ട് വന്നു. അമ്മച്ചി വെള്ളമുണ്ടും ചട്ടയൊക്കെ കൊടുത്ത് ഒരു സുന്ദരി അമ്മച്ചിയാണ്. പുള്ളിക്കാരത്തി വന്നപ്പോൾ ഇങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ഞാൻ ചായ വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അപ്പച്ചന്മാർക്ക് കൊടുക്കാൻ ചായ മേടിക്കാൻ നിൽപ്പുണ്ടായിരുന്നു. ഒരു 6:30 ആവുന്നതേ ഉള്ളൂ കേട്ടോ. ഇവർ നടന്നു. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഈ കൂടെയുള്ള സ്ത്രീ അമ്മച്ചിനെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അമ്മച്ചി ഇങ്ങനെ മുണ്ടൊക്കെ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് നടക്കുന്ന വഴിയിലൊക്കെ അമ്മച്ചി വയറിളകുമായിരുന്നു കേട്ടോ. പക്ഷേ ഹോസ്പിറ്റലിൽ കയറി വന്നപ്പോൾ എനിക്ക് തോന്നി, ഞാനും ചായ മേടിച്ചുകൊണ്ട് നമ്മൾ വാർഡിൽ നമ്മുടെ 2 അപ്പച്ചന്മാരുണ്ട്, നമ്മുടെ കൂട്ടുകാർ. അപ്പോൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു സിസ്റ്റർ വന്ന് ബെഡൊക്കെ ശരിയാക്കി ഒരു റബ്ബർ ഷീറ്റൊക്കെ വിരിച്ച് അമ്മച്ചി അവിടെ വന്ന് കയറിയിരുന്നു. അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു, ഈ തുണിയൊക്കെ ഒന്ന് മാറ്റി, ഭയങ്കരമായിട്ട് ദുർഗന്ധമുണ്ട്. അപ്പോൾ വാർഡിലുള്ള ചില ആൾക്കാരും ഒക്കെ പറയാം, ഇതെന്തൊരു നാറ്റോ, ഞങ്ങൾ ചായ കുടിക്കാൻ, ഞങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കും, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് മാറ്റാനോ അതിനോട് ആ പുൽക്കൂടിയുള്ള ആ സ്ത്രീ ശ്രമിക്കുന്നുണ്ടായിരുന്നല്ലോ. ഡോക്ടർ വന്ന് നോക്കി, അമ്മച്ചിക്ക് ട്രിപ്പ് ഇടാൻ പറഞ്ഞു. അപ്പോൾ തന്നെ സിസ്റ്റർ ട്രിപ്പ് ഇട്ടു. അപ്പോൾ എന്താ പറയുകയെന്ന് വെച്ചാൽ, ഇവർ ചില ആൾക്കാരുണ്ടല്ലോ, അത് ഫ്രണ്ട്സ് ആവാം, ഭാര്യയും ഭർത്താക്കന്മാരാവാം, അല്ലെങ്കിൽ അച്ഛനമ്മ മക്കളാവാം. ചില ആൾക്കാർക്ക് മറ്റുള്ളവർ കേൾക്കെ കൂടെയുള്ളവരെ വളരെ നാണം കെടുത്തി സംസാരിക്കുന്ന ചില ഇടപാടുകളുണ്ട്. ചില ആൾക്കാരുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ ഞാൻ ചില സന്ദർഭത്തിൽ അതിന് ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു നാണക്കേടൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ കൂടെ വീട്ടിൽ താമസിക്കുന്ന അത് 3 ഡോക്ടേഴ്സാണ്. അപ്പോൾ ചിലരെങ്കിലും അറിഞ്ഞിട്ട്, നിങ്ങൾ ഡോക്ടറാണോ, അല്ലെങ്കിൽ ആ ഡോക്ടറെ വിളിക്കൂ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മളെ ഒരുപാട് കളിയാക്കി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമാതിരി പുച്ഛത്തോടെയൊക്കെ നമ്മളതൊക്കെ പോട പുല്ലേന്നുള്ള ഒരു മൈൻഡാണ് എനിക്ക് കേട്ടോ. ഉള്ള സത്യം പറയാം. ആരെന്നെ എന്തായാലും പറയാം, നീ പോട പുല്ല, നീ പോയി പണി നോക്കടാ, തരത്തിൽ കളിക്കടാ എന്നൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അല്ലാണ്ട് നമ്മൾ അതിനകത്ത് തളർന്നു പോകുന്നതല്ല. പിന്നെ അത് കണക്ക് തന്നെ ചില കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില കാണുന്ന വള്ളിക്കെട്ടൊക്കെ ഞാൻ കയറി പിടിക്കും. കാരണം ഈ പറഞ്ഞ കണക്ക് തന്നെ സിസ്റ്റർ ട്രിപ്പ് ഇട്ടിട്ട് പോയി. അപ്പോൾ ഈ പുള്ളിക്കാരത്തി മകനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ പറയാണ്, ഞാനില്ലാത്തപ്പോൾ കുറെ കട്ട് തിന്നും, ഞാൻ ഉള്ളപ്പോൾ കുറെ തിന്നും, ഇങ്ങനെയൊക്കെ വലിച്ചു വരെ തിന്നരുതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ ആര് ചുമക്കുമെന്ന് വിചാരിച്ചാൽ? നിങ്ങൾക്ക് വേറെ മക്കളില്ല, എല്ലാവരെയും വിളിച്ചറിയിക്കുക. എനിക്ക് ജോലിക്ക് പോകണം, എനിക്ക് ഇന്ന് സ്കൂളിൽ ചെന്നില്ലെങ്കിൽ പ്രശ്നമാകും, എനിക്ക് ലീവില്ല, എനിക്ക് പോകണം. അത് മാത്രമല്ല, 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പോകാം. നിങ്ങൾക്കറിയില്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് എന്താണെന്ന് അറിയാമോ? നമ്മളെ എന്തെങ്കിലും ഒന്ന് വിളിക്കാം, പേരറിയില്ലെങ്കിൽ എന്തെങ്കിലും ചേച്ചിന്നോ അല്ലെങ്കിൽ ചേട്ടാന്നോ, അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്നതാണ് അപ്പച്ചന്മാരെന്നോ അമ്മച്ചമാരോ, എന്താണെങ്കിലും നമുക്ക് വിളിക്കാം അല്ലേ. പക്ഷെ ഒരു ഭർത്താവിൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു അമ്മായിമ്മനോ ഒക്കെ സമ്മതിച്ചു. പക്ഷേ ഈ അമ്മായിമ്മേനെ നിങ്ങളെന്ന് വിളിക്കേണ്ടത് എന്താണെന്നാണ് കേട്ടോ എനിക്കറിയാത്തത്. അപ്പോൾ ഈ പുള്ളിക്കാരത്തി ഇങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ അമ്മച്ചിയാണെങ്കിൽ വെള്ളം ചെല്ലുന്നതോറും, അതായത് ട്രിപ്പ് ഇട്ടിരിക്കുകയാണല്ലോ, വയറിളകിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇവർ ഒന്നും മാറാൻ ഒരു ഡ്രസ്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ലേ അമ്മച്ചിക്ക്. അപ്പോൾ എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ, അമ്മച്ചിയുടെ തലയ്ക്കുമ്പത്ത് ഒരു കവർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ കൊണ്ടുവന്നതായിരിക്കും എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും
ഈ ശ്രീ പറയാണ് പറ്റില്ല, ആരെങ്കിലും ഫോൺ ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നടന്ന് പുറത്തോട്ട് പോയി കേട്ടോ. പുറത്തോട്ട് പോകുമ്പോൾ ഇവരുടെ മകൻ വന്നിട്ട് പറയാണ്, അമ്മച്ചിക്ക് അറിയത്തില്ല, കട തുറന്നില്ലെങ്കിൽ പ്രശ്നമാവും, നാളെ മറ്റന്നാളുമായിട്ട് നമുക്ക് ശ്രുതിമോളും കുഞ്ഞും ദുബായിൽ നിന്ന് വരുക, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരുക്കണ്ടേ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പോകും, എനിക്ക് കട തുറക്കാൻ സമയമായി. ഞാൻ ആരെയാണെന്ന് വെച്ചാൽ ബേബിച്ചനെയും പെണ്ണുമ്പിളേനെയും പറഞ്ഞു വിടാം. അപ്പം ബേബിച്ചനും പെണ്ണുമ്പിളെ പറഞ്ഞു വിടാം, അല്ലെങ്കിൽ ബേബിച്ചൻ ആരെങ്കിലും പറഞ്ഞു വിടട്ടെ. എന്തൊരു കഷ്ടമാണ് ഈ സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്, എന്ത് കഷ്ടമാണ് ഈ സമയത്ത് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പനിയും വിറയലും വയറിളക്കും ഒക്കെ വരാനല്ലേ. ശരി, അവർ പോയി കേട്ടോ. അവർ രണ്ടുപേരും ന്യൂട്രലടിച്ച് കാറിൽ കയറിപ്പോയി. ഈ അമ്മച്ചി വയറിളകി, ആൾക്കാരെല്ലാം പരാതിയായിട്ടാണ്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് സ്റ്റാഫിനോടൊക്കെ നമ്മൾ പറയുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, കാരണം എനിക്കറിയാം ഇവർ ചെയ്യില്ല എന്നുള്ളത്. അപ്പോൾ അവർ ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ അടുപ്പമുള്ള ഒരു ചേച്ചിയോട്, ക്ലീനിങ് സ്റ്റാഫിനോട് ഞാൻ പറഞ്ഞു, ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്യുക, അല്ലാതെ എന്ത് ചെയ്യാനാണെന്ന് വെച്ചപ്പം പറഞ്ഞു, എൻ്റെ ബീന ഇതൊക്കെ അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഞാൻ തന്നെ നമ്മുടെ ക്യാൻറ്റീനിൽ പോയിട്ട് ഒരു ബക്കറ്റിൽ ചൂടുവെള്ളവും കുറച്ച് ഡെറ്റോളും ഒക്കെ ഒഴിച്ച് ഒരു സോപ്പും ഒക്കെ എടുത്തുകൊണ്ട് വന്നു ബാത്റൂമിൽ വെച്ചു. അപ്പോൾ ഈ തലയുടെ ഭാഗത്തിരുന്നൊരു കവറെന്ന് പറഞ്ഞല്ലോ, ഞാൻ വിചാരിച്ച അമ്മച്ചിയുടെ തുണിയാണ്. തുറന്ന് നോക്കുമ്പോൾ ശരിയായിട്ട് 2 ചട്ടയും മുണ്ടും ഒക്കെ ഉണ്ട്. ഞാൻ അതിലൊരു ചട്ടയും മുണ്ടും കൊടുത്തു, ഒരു തോർത്തും എടുത്തു. പുള്ളിക്കാരത്തിനും ഇപ്പം സിസ്റ്റർ വന്നിട്ട് അപ്പോൾ ഈ സമയം കൊണ്ട് 2 കുപ്പി ഗ്ലൂക്കോസ് കയറി അമ്മച്ചിക്ക് കേട്ടോ. ഭയങ്കര നാറ്റമാണ്, എല്ലാവരും പരാതി വരുന്നത്. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഞാൻ പയ്യെ പിടിക്കാം അമ്മച്ചി, നമുക്ക് ബാത്റൂമിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അങ്ങനെ അവിടെ വെച്ച് തന്നെ, കാരണം അങ്ങനെ നടന്നു പോകുമ്പോൾ ആ മുണ്ടീന്ന് അമ്മച്ചിയുടെ കാലുവഴി ഒഴുകുന്നതും കൊണ്ട് ആവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ നിന്നുകൊണ്ട് അമ്മച്ചിയുടെ മുണ്ടും ഒക്കെ മാറിച്ചിട്ട് ഒരു ബെഡ്ഷീറ്റ് കീറി ഒരു ബാഗും അമ്മച്ചിനെ ഒളിപ്പിച്ച് കേട്ടോ. എന്നിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയി നന്നായിട്ട് സോപ്പും ഒക്കെ ഇട്ട് ഡെറ്റോൾ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി അമ്മച്ചിയുടെ അരഭാഗത്തിന് താഴേക്ക് നന്നായിട്ട് കഴുകി ദേഹമെല്ലാം ചൂടുവെള്ളത്തിൽ ഒന്ന് തുടച്ച് മുഖമൊക്കെ ഒന്ന് തുടച്ചപ്പോൾ അമ്മച്ചിക്ക് ഇച്ചിരി 2 കുപ്പി ഗ്ലൂക്കോസ് കയറിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു ആശ്വാസവും. അപ്പോൾ ദേഹമൊക്കെ ഒന്ന് ക്ലീൻ ആയപ്പോൾ ഉള്ളൊരു ആശ്വാസം ഉണ്ടെങ്കിൽ പോലും ആ അമ്മച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ആ നിറഞ്ഞൊഴുകുന്ന കണ്ണീരല്ല, അതൊരു രക്തമാണ് ആ ഒഴുകുന്നത്. കാരണം തൻ്റെ നിസ്സഹായ അവസ്ഥയും തൻ്റെ ആ നാണക്കേടും എല്ലാം കൂടി ആ അമ്മച്ചിയുടെ കണ്ണുനീരായിട്ട് അത് ബ്ലഡായിട്ട് ഒഴുകുകയാണ്. എന്തിനാണ് വിഷമിക്കുന്നത്? ഞാനും ഈ അവസ്ഥയിൽ കൂടെ പോയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ വല്ല സ്ഥലത്തൊക്കെ യാത്ര പോകുമ്പോഴത്തേക്കും വല്ല ഹോട്ടൽ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും എനിക്ക് വയറിന് പിടിക്കില്ല. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ബാത്റൂമിൽ പോകാൻ തോന്നും. അപ്പോൾ അതിനുള്ള സൗകര്യമൊന്നും ഉണ്ടായിന്ന് വരില്ല പെട്ടെന്ന്. അപ്പോൾ ഞാനെന്താ വെച്ചാൽ വല്ല പറമ്പോ പാടവോ ഒക്കെ കണ്ട് ഞാൻ അങ്ങോട്ട് ഓടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ കേരളം വിട്ടുപോയി കഴിഞ്ഞാൽ നല്ല പാടങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അവിടെയൊക്കെ ഓടിക്കയറി ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ പാവാടയിൽ അപ്പിയിട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അത് കണക്ക് തന്നെ എൻ്റെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ചില ടൈമുകളിൽ അവർ അപ്പിയിട്ടുകൊണ്ട് നിക്കറയിൽ അപ്പിയിട്ടുകൊണ്ട് വരും. അപ്പോൾ ചില ടൈം ടീച്ചർ വിളിച്ചിട്ട് പറയും, ഇതല്ലേ കൃഷ്ണകുമാർ നിക്കറയിൽ അപ്പിയിട്ട് നിൽക്കുകയാണ്, വേറൊരു നിക്കറും കൊണ്ട് വാ എന്നൊക്കെ വിളിച്ച് പറയുന്ന ടൈമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു പ്രോസസ്സിങ് ആണ് അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു ടൈമിലൊക്കെ ഇത് സംഭവിക്കാത്ത ആൾക്കാരില്ല, വയറിളകാത്ത ആൾക്കാരില്ല. അപ്പോൾ ഇതെന്താ ഈ നാണക്കേട് പറയുന്നത് എന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ, നമ്മൾ ചെയ്ത കാര്യമാണ് ഈ പറയുന്നത്. പിന്നെ എൻ്റെ അച്ഛയുടെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരൻ ഒരു സാഹചര്യത്തിൽ പുള്ളിക്കാരൻ എൻ്റെ അച്ഛയുടെ കൂടെ യാത്ര ചെയ്യേണ്ടി വന്നു. അപ്പോഴെന്താ പറയുന്നതെന്ന് വെച്ചാൽ ആ പുള്ളിക്കാരനും മട്ടൻ ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞ് ഹോട്ടലിൽ കയറി. അച്ഛൻ പറഞ്ഞാണ് അവിടെ മട്ടൻ ബിരിയാണി അല്ല, നമുക്ക് ചിലർക്ക് ഞങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മുസ്ലിങ്ങളുടെ കടയിൽ കയറിയേ മട്ടൻ ബിരിയാണി കഴിക്കുള്ളൂ. കാരണം അവരുടെ കടയിലെന്ന് പറഞ്ഞാൽ അത് മട്ടനായിരിക്കും, അല്ലാണ്ട് പറ്റിക്കാൻ വേണ്ടി മട്ടനാണെന്ന് പറഞ്ഞ് ചെറിയ മൂരിക്കിടാവിനെയൊക്കെ അറുത്തിട്ട് തരുന്ന ബിരിയാണി അല്ല. അപ്പം നമുക്ക് അത്രയും ഉറപ്പുള്ള ഹോട്ടലിൽ നിന്ന് കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് പറഞ്ഞു, പറ്റത്തില്ല, എനിക്കിപ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ നല്ല ഹോട്ടലാണെന്ന് തോന്നുന്നു, പുറമേ കാണുന്നതൊന്നും അല്ലല്ലോ, അകമേ ഉള്ളതല്ലേ. നമ്മളിപ്പോൾ എന്തിൻ്റെ ഒരു മനുഷ്യൻ്റെ ആണെങ്കിലും ഒരു ഹോട്ടലിൻ്റെ ആണെങ്കിലും ഞാൻ പറയാണ്, പുറമേ കുറേ മോടിയൊക്കെ കണ്ടപ്പോൾ പുള്ളിക്കാരൻ ചാടി അതിനകത്ത് കയറി നല്ല മട്ടൻ ബിരിയാണിയൊക്കെ തിന്നു. പോരുന്ന വഴി ഹൈവേയിൽ വെച്ച് വയറിളകണമെന്ന് തോന്നി. പുള്ളിക്കാരന് അച്ഛനോട് പറഞ്ഞു എത്രയും വേഗം പമ്പ് എവിടെയെങ്കിലും കാണണമെന്നൊക്കെ. പക്ഷെ അവിടെ ഒരു 50 കിലോമീറ്ററിനുള്ളിൽ പമ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷെ പുള്ളിക്കാരൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ സഹിക്കാൻ വയ്യാണ്ടായപ്പോൾ റോഡിലേക്ക് ഡോറ് തുറന്ന് ചാടി ഇറങ്ങി റോഡിൻ്റെ കുറച്ച് താഴേക്കുള്ള വഴിയിൽ പോയിരുന്നു.
കാര്യം സാധിച്ചു. എൻ്റെ അച്ഛൻ ഒരു കുപ്പി വെള്ളം കൊണ്ടുപോകണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അച്ഛൻ വീട്ടിൽ വന്നപ്പോൾ ഇത് പറഞ്ഞിട്ട് അച്ഛൻ അപ്പോഴും പറഞ്ഞു എന്തൊരു നാറ്റുമായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്, മറ്റൊരുത്തൻ അത് ചെയ്യുമ്പോഴാണ് നമുക്കത് നാറ്റമായിട്ട് വരുന്നത് അല്ലേ. അത് നമ്മൾ അപ്പോൾ എനിക്ക് നാറ്റം അനുഭവപ്പെട്ടെങ്കിലും ഞാൻ ചെയ്തത് എന്താ, എൻ്റെ അമ്മയ്ക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഞാൻ ഉപേക്ഷിച്ച് പോവില്ല, ഞാൻ ചെയ്യാതിരിക്കില്ല, അതാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് എന്നെ അറിയാവുന്ന എൻ്റെ കൂടെയുള്ള ആൾക്കാരൊന്നും എന്നെ ഒന്നും പറയത്തില്ല. പക്ഷെ ചിലരെങ്കിലും എന്നോട് ചോദിച്ചു ബീനയ്ക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ, അവിടെ കിടക്കട്ടെന്നേ, അവർക്ക് മക്കളില്ലേ. നമ്മൾ അതിന് മറുപടി ഒന്നുമില്ല, നമ്മൾ ചെയ്യേണ്ട കടമയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോഴെന്താന്ന് വെച്ചാൽ ക്യാൻറ്റീനിൽ വന്ന് കഞ്ഞി വാങ്ങിച്ചു, നല്ല ചൂട് കഞ്ഞി അമ്മച്ചിക്ക് കൊടുത്തു. അപ്പോഴത്തേക്ക് 3 ട്രിപ്പ് 4 ട്രിപ്പൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അമ്മച്ചിയോട് പലരും വന്ന് സംസാരിക്കാൻ വരുന്നുണ്ട്, പക്ഷെ അമ്മച്ചി കരഞ്ഞു കിടക്കുകയാണ്. നമ്മൾ കരയുന്ന ഒരാളുടെ അടുത്തേക്ക് വേഗം നിന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവർ ചിന്തിക്കുന്ന ആ ഒരു സങ്കടം കൂടത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതൊന്നും അല്ല, നമ്മൾ കൂളായിട്ട് തന്നെ കഞ്ഞി കൊടുത്തു. അമ്മച്ചി കഞ്ഞി കുടിക്കുക എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽപ്പിച്ചിരുത്തി കഞ്ഞി കൊടുത്തു. അതിനുശേഷം മരുന്ന് ഗുളിയൊക്കെ വെച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. എന്നാലും പനിയുണ്ട്, പനി വിട്ടു മാറുന്നില്ല. ഇടയ്ക്കൊക്കെ ഞാൻ മുഖം നല്ല വെള്ളത്തിൽ മുഖമൊക്കെ തുടച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരത്തി എന്തിനേറെ പറയുന്നു 3-4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഒന്ന് ചാരി ഇരിക്കാനുള്ള പാകത്തിനായി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ തോമസ് സാർ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. ടെമ്പറേച്ചറൊക്കെ നോക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ അമ്മച്ചി ഒരു കുത്തിയെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കാൻ പറഞ്ഞു. ഇത്രയും കരഞ്ഞില്ല, ഈ കരച്ചിലൊക്കെ നിർത്ത്, നാണമില്ല ഇങ്ങനെ പിള്ളേരെ കണക്ക് കരയാനെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. 6 മണിയായപ്പോൾ വീണ്ടും ക്യാൻറ്റീൻ അടച്ചു പോകും കേട്ടോ. 7 മണിയാകുമ്പോൾ ഞാൻ 6 മണിയായപ്പോഴേ കഞ്ഞി മേടിച്ചുകൊണ്ട് വന്നു. അമ്മച്ചിനെ അതും കുടിപ്പിച്ചു. അമ്മച്ചി വേണ്ടെന്ന് ഒരുപാട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പിടുമെന്നുള്ള പേടിയാണ് പുള്ളിക്കാരത്തേക്ക്. വയറിളകും. ഞാൻ പറഞ്ഞു വയറിളകിയാലും ഞാനിവിടെ ഉള്ള സമയം അമ്മച്ചി വിഷമിക്കേണ്ട, വയറിളകിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞാലും ഞാൻ പുറത്ത് പോയിട്ട് ഫാർമസിയിൽ നിന്ന് ഒരു പാക്കറ്റ് സ്നാഗി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. വലിയ ആൾക്കാർക്ക് ഇങ്ങനെ വയറിളകുന്ന മൂത്രം പെട്ടെന്ന് നമ്മൾ അറിയാണ്ട് നമുക്ക് മൂത്രം പോകുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സ്നാഗിയുണ്ട്. ആ സൈസിലുള്ള ഒരു സ്നാഗി വാങ്ങിച്ചുകൊണ്ട് വന്ന് അമ്മച്ചിക്ക് അത് വെച്ചു. അപ്പോഴൊക്കെ അമ്മച്ചി ഒരു കുഞ്ഞു കുട്ടിയെ പോണെങ്കിൽ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ അവർ ജീവിച്ച അവരുടെ ചുറ്റുപാട് എന്തുവാണ് അവരിങ്ങനെ കരയുന്നത്. ഞാൻ പറയും കരയണ്ടെന്ന് പറഞ്ഞിട്ടും പുള്ളിക്കാരത്തി കരച്ചിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനേറെ പറയുന്നു 7 മണിയായി, 8 മണിയായി, 9 മണിയായി, 9:30 ആയപ്പോഴാണ് ആ രാവിലെ ഇവിടെ കൊണ്ടാക്കിയ മോനും കൂടി ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. വന്നു അമ്മച്ചിയുടെ അടുത്തിരുന്നു. ഇപ്പോൾ ആരാണ്ടും പറഞ്ഞ കണക്ക് വന്നല്ലോ, അവർ വന്നു ഏറ്റെടുത്തു. അപ്പോൾ ഞാൻ എന്താ പറയുന്ന ഇവരോടൊക്കെ നമ്മൾ എന്ത് പറയാനാണല്ലേ. അങ്ങനെ അവരെ നോക്കാൻ വേണ്ടി അവർക്ക് ഈ സ്ത്രീയെ കൊണ്ടുവരണമായിരുന്നെങ്കിൽ അത് പകലേ ആവാമായിരുന്നില്ല. രാവിലെ 8 മണിക്ക് നടന്ന സംഭവമാണ്. ഇവർ പോകുമ്പോൾ 8 മണിയോളം. അപ്പോൾ 8 മണിക്ക് ഇപ്പോൾ നടന്ന ഈ സംഭവത്തിന് അമ്മച്ചിനെ ആരെ നോക്കാൻ ഈ അമ്മച്ചിനെ നോക്കാൻ ആരെയും കിട്ടിയില്ലേ. ഞാൻ പലതും ചിന്തിച്ചു കേട്ടോ. പിന്നെ അവരുടെ തിരക്കും കാര്യങ്ങളും ഒക്കെ അല്ലേ. അപ്പം ആ സ്ത്രീ പറഞ്ഞു ഈ അമ്മച്ചിക്ക് 5 മക്കളാണ്, എല്ലാവരും വലിയ നിലയിലാണ് ജീവിക്കുന്നത്. ശരിയാ, ഈ വലിയ നിലയിൽ ആയതുകൊണ്ട് ചിലപ്പോൾ താഴേക്ക് ഇറങ്ങാൻ ഒരുപാട് മണിക്കൂറുകൾ വേണ്ടി വരും അല്ലേ. ആയിക്കോട്ടെ, അതിന് നമുക്ക് പരാതി ഒന്നുമില്ല കേട്ടോ. നമ്മളിത് ചെയ്യുന്ന വെച്ച് നമ്മളവരുടെ മക്കളെ ഒന്നും താറടിക്കാൻ പോകുന്നില്ല. പക്ഷെ ആ പുള്ളിക്കാരൻ്റെ കട നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴിയിലാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതെന്തായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ ചെയ്ത ഒരു കടമ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ ചെയ്തു എന്ന് വെച്ചിട്ട് ആരും എന്നെ കുരിശി കയറ്റാൻ വേണ്ടി വരണ്ട കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ വീഡിയോ ഇട്ടതിൽ ചില ആൾക്കാർ, ഈ വീഡിയോ അല്ല, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ മൂന്നാറിൽ എന്നെ കാണാൻ ഒരു പ്രായം ചെന്ന ആൾ എൻ്റെ ലൈവ് കണ്ടിട്ട്, എപ്പോഴും ലൈവിൽ വരുന്ന ഒരാളാണ്. പക്ഷെ അയാൾ പേരൊക്കെ മാറ്റി പറഞ്ഞത് ഞാൻ വന്നെന്നു. അതെൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. പക്ഷെ അതിൻ്റെ അടിയിൽ വരുന്ന കമൻസൊക്കെ വളരെ മോശപ്പെട്ട കമൻസ് ആണെന്നറിയോ. ഇവളെ കണ്ട പൊങ്ങുവോ. ശരിയാണ്, എന്നെ കണ്ട പൊങ്ങുന്നത് ലോകത്ത് ഏറ്റവും വൃത്തികെട്ടവനാണ്. കാരണം ഒരമ്മ എന്നുള്ളത് എന്നെ കണ്ട, എനിക്ക് ഇത്രയും വയസ്സായി 50 വയസ്സിന് ശേഷമുള്ള ഒരു സ്ത്രീനെ പൊക്കി പിടിച്ചുകൊണ്ട് എന്നാൽ താന്നു പോകത്തതേ ഉള്ളൂ. അതെന്താന്ന് വെച്ചാൽ അതൊരു ദൈവത്തിൻ്റെ കളിയാണ്. നിനക്കൊക്കെ പൊങ്ങി വരുമ്പോൾ. അപ്പോൾ വേറെ ഒരാളൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ പാവം അമ്മയെ കണ്ടിട്ട് പൊങ്ങിയാൽ നിൻ്റെ
സാമാനം താഴണമെങ്കിൽ നീ നിൻ്റെ വീട്ടിലെ മോളെയോ നിൻ്റെ പെങ്ങളെയോ ഒക്കെ അടുത്തേക്ക് ചെല്ലാം, അവർ താഴ്ത്തി തരും. പക്ഷെ ഞാൻ ആ കമൻസ് പിന്നെ ഡിലീറ്റ് ചെയ്യാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു കേട്ടോ. അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്തു. ഏതോ ഒരു നല്ലൊരു പയ്യനാണെന്ന് തോന്നും. അപ്പം അങ്ങനെയുള്ള കമൻസുകൾ വീഡിയോ മുഴുവനും കാണാതെ ID പ്രൂഫ് ഇല്ലാതെ റൂം എടുക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള കമൻസുകൾ. അപ്പോൾ എന്നെ കണ്ടിട്ട് ഈ അപരാധം, ഞാനൊരു അപരാധമാണെന്ന് അവന് തോന്നിയെങ്കിലും എനിക്ക് പരാതിയൊന്നുമില്ല സഹോദര. കാരണം എൻ്റെ ഏത് വീഡിയോ, ഏത് ഷോർട്സ് വീഡിയോ എടുത്ത് നോക്കിയാലും നിങ്ങൾക്കറിയാം ഞാൻ സമൂഹത്തിന് കൊടുക്കുന്നത് എൻ്റെ ശരീരം കാണിച്ചിട്ടുള്ള വീഡിയോകളോ, ഞാൻ സെക്സ് വരുന്ന വീഡിയോയോ അല്ലെങ്കിൽ മറ്റുള്ള ഇടപാടോ ഒന്നുമല്ല ചെയ്യുന്നത്. ഞാൻ എൻ്റെ മനസ്സമാധാനത്തിന് എൻ്റെ കടമകൾ ഞാൻ ചെയ്തു പോവുകയാണ്. അതിനകത്ത് വന്ന് ആരും തോണ്ടാനും ചിക്കാനും നിൽക്കേണ്ട. ID ഇല്ലാതെ റൂം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ആളോട് ഞാൻ പറയാണ് വീഡിയോ മുഴുവനും കാണും. അയാൾ എന്നോട് കള്ളപ്പേര് പറഞ്ഞെങ്കിൽ അയാളെടുത്ത ഹോട്ടലിൽ ഞാനും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന 2 ചേട്ടന്മാരും കൂടെ ചെന്ന് അവിടുന്ന് അയാളുടെ അഡ്രസ്സ് വാങ്ങിച്ചെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അയാൾ പറഞ്ഞ കള്ളപ്പേരാണെങ്കിൽ അയാളുടെ ആധാർ കാർഡിലുള്ള ഒറിജിനൽ പേരും അഡ്രസ്സും നമുക്ക് കയ്യിലുണ്ട്. പിന്നെ അവിടെ കൊടുത്ത ഫോൺ നമ്പർ, ആ ഫോൺ ഈ പ്രായമായ ഒരാളാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ആ കൗണ്ടറിൽ നിന്ന പയ്യൻ ഈ ഫോൺ നമ്പർ അല്ലാതെ കോണ്ടാക്ട് നമ്പർ വേറെ ഒന്നും കൂടെ വിളിച്ചാൽ കിട്ടുന്ന ഒരു നമ്പറും കൂടെ തരാൻ പറഞ്ഞപ്പോൾ ആ വയോധികനായ മനുഷ്യൻ കൊടുത്ത നമ്പർ മകൻ്റെ ഡ്രൈവറിൻ്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ഈ നമ്പറൊക്കെ അറിയാം, അഡ്രസ്സ് എല്ലാം അറിയാം. എന്നിട്ടും ഞാൻ എൻ്റെ മര്യാദ, കാരണം ഞാൻ അയാളെ അങ്ങനെ വയസ്സായിട്ടും അദ്ദേഹത്തിന് ആഗ്രഹങ്ങൾ തീരാതെ ആയിരിക്കാം അദ്ദേഹം ആ ഒരു വഴി തിരഞ്ഞെടുത്ത് വന്നെങ്കിൽ എനിക്ക് അയാളോട് ക്ഷമിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇടപെടുന്നത്, ഞാൻ എൻ്റെ റോസ്മേരി സിസ്റ്ററിൻ്റെ അഗതി മന്ദിരത്തിൽ ചെല്ലുമ്പോൾ, ഓരോ വൃദ്ധസദനങ്ങളിൽ ചെല്ലുമ്പോൾ ആ പ്രായത്തിലുള്ള അപ്പച്ചന്മാരും ഒക്കെ ഞാൻ കാണുന്ന ഇടപെടുന്ന അവരാരും എന്നോട് അങ്ങനെ ഒരു മോശമായിട്ട് ഇടപെട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല, സംസാരിച്ചിട്ടില്ല. എന്നെ ഒരു മോളെ പോലെയാണ് എല്ലാവരും കരുതുന്നത്. കാരണം എനിക്ക് അച്ഛയുണ്ട്, ഞാൻ എൻ്റെ അച്ഛയുടെ ഒപ്പമുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും നമ്മൾ വേറെ ഒരു സമൂഹത്തിന് വേറെ ഒരു മെസ്സേജ് കൊടുക്കുന്നതേ ഇല്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞാൽ എന്താ പറയുക, എനിക്ക് തെറി പറയാൻ വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് അവർ തന്നെ ഇട്ടിട്ടുണ്ട്. എൻ്റെ നിഷമോള് പറഞ്ഞിട്ടുണ്ട്, ആഹാ കിളവന് 2 തല്ല് കൊടുത്ത് വിടായിരുന്നില്ലേ. അത് കണക്കിന് വേറൊരു സഹോദരൻ പറഞ്ഞിട്ടുണ്ട്, ആഹാ അയാൾക്കിട്ട് 2 എണ്ണം പൊട്ടിച്ചിട്ട് വിടായിരുന്നു. അതൊക്കെ ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രായത്തെ ബഹുമാനിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുന്നു. നല്ല പ്രായത്തിലും ആ പ്രായത്തിൽ അദ്ദേഹത്തിന് സെക്സ് ആവശ്യം ഉണ്ടാവാം, അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ എന്നെ കണ്ടാൽ പൊങ്ങാത്ത അല്ലെങ്കിൽ ഞാനൊരു അപരാധമെന്ന് പറഞ്ഞവരൊക്കെ സ്വന്തം കുടുംബത്തിലേക്ക് നോക്കുക. നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ നിങ്ങളെ പ്രസവിച്ച ഒരു അമ്മയെ. ഇപ്പം നേരത്തെ പറഞ്ഞാണെങ്കിൽ നിൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോകും, നിൻ്റെ വലിയമ്മയുടെ അടുത്തോട്ട് പോകും, നിൻ്റെ മോടെ അടുത്തോട്ട് പോകും, പെങ്ങളുടെ അടുത്തോട്ട് പോകുമെന്നൊന്നും പറയാനുള്ള സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല. അപ്പം അത് താഴാൻ വേണ്ടിയുള്ള എന്തെങ്കിലും പണി നിങ്ങൾ ചെയ്യുക. അല്ലാതെ എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെയൊക്കെ അപരാധം പറയാൻ തോന്നിയത്, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ടൊരു മെസ്സേജ് പറഞ്ഞു, ഞാൻ ഒരു ജാതി എടുത്ത് പറഞ്ഞില്ല. അയാളുടെ ആധാർ കാർഡിൻ്റെ പ്രൂഫ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ ജാതി ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞില്ല, ഞാൻ ഹിന്ദുവാന്ന് പറഞ്ഞില്ല, ഞാൻ ക്രിസ്ത്യനാന്ന് പറഞ്ഞില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് 5 നേരം നിസ്കരിച്ച് പടച്ചോനെ വിളിച്ചിരിക്കേണ്ട പ്രായത്തിലാണ് എന്നാണ് പറഞ്ഞത്. ഭാഗവതം വായിച്ചിരിക്കേണ്ട പ്രായമാണെന്നാണ് പറഞ്ഞത്. പള്ളി പോയി ബൈബിളൊക്കെ വായിച്ച് നല്ല ചിന്ത. കാരണം അവിടെ ഒരു ഗുഹയുണ്ടെന്ന് വെച്ചാൽ ഇവിടെ കിടന്ന് നിരയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഗുഹയുടെ അടുത്തേക്ക് നമുക്ക് എത്താൻ വേണ്ടി നമുക്ക് ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രായം, ആയുസ്സും, ആരോഗ്യം ഭഗവാൻ തന്നത് അത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണേലും 78, 79, 80 വയസ്സുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇനി 100 വയസ്സ് വരെ ജീവിച്ചിട്ട് ആയിക്കോട്ടെ, സന്തോഷമേ ഉള്ളൂ. ആർക്കും മരണം നടക്കാതിരിക്കട്ടെ. എല്ലാവരും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഓരോ നിമിഷവും ചൊല്ലുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരും, കാരണം നമ്മൾ ജോലി ചെയ്യുന്ന ഫീൽഡ് അങ്ങനത്തെ ഫീൽഡാണ്. ഓരോ ആൾക്കാരും വേദന കൊണ്ട് പൊളയുമ്പോഴും, ഓരോ ക്യാൻസർ പേഷ്യൻസ്, ഓരോ ഇപ്പോൾ പറഞ്ഞാണൊക്കെ അവർ രാത്രി 10 മണിക്കെങ്കിലും ആ മകൻ എത്തിയെങ്കിൽ ദിവസങ്ങളോളം ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ. പിന്നെ വണ്ടി ഇടിച്ചു അജ്ഞാതരായിട്ട് കൊണ്ടുവന്നിടുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഒരു കുടുംബമുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഭഗവാനെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല, എല്ലാവരും സുഖവും സന്തോഷമായിട്ടും ദീർഘായുസോടെ ഇരിക്കട്ടെ എന്നേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ കമൻസൊക്കെ ഇടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. നിങ്ങൾ വീഡിയോ മുഴുവനും കണ്ടിട്ട് നിങ്ങൾ എനിക്ക് കമൻസ് ഇടുക.
അല്ലാതെ 2-3 കമൻസ് വരുന്നതിൽ 2 കമൻസ് ഇങ്ങനത്തെ അപരാധമൊക്കെ പറഞ്ഞ് തെറി പറയാനൊക്കെ ആണെങ്കിൽ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന നമ്മുടെ സംസ്കാരം നമ്മളെ അനുവദിക്കുന്നില്ലെങ്കിൽ പോലും ഈ തെറി പറയുന്നവർക്ക് തെറി കൂടെ തന്നെ കൊടുക്കാനൊക്കെ എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഞാനും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ എന്താ അത്രേ ഉള്ളൂ നിങ്ങളോട് പറയാൻ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നു. അത് എനിക്ക് എന്തും ഷെയർ ചെയ്യാൻ നിങ്ങളേ ഉള്ളൂ. ഞാൻ നിങ്ങളോടുമാണ് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനതൊരു വീഡിയോ ആക്കിയിട്ടെന്ന് മാത്രം. അപ്പോൾ നമുക്ക് കണ്ടന്റ് വേണമല്ലോ. അല്ലാതെ നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതും കണ്ടതും കേട്ടതും മറ്റുള്ളവൻ്റെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് പറയാനുള്ള ഒരു ഇതൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്യാറുമില്ല, എനിക്ക് അറിയേയില്ല. അപ്പോൾ എൻ്റെ കണ്ടന്റ് ഇതാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്ത് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അതിൽ നിന്ന് എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ, ഞാൻ ചെയ്ത കാര്യങ്ങൾ എൻ്റെ ചാനലിൽ കൂടെ പറയാമെന്നുള്ളതാണ് എൻ്റെ കണ്ടന്റ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു പറയണം. താങ്ക്സ്.